ഹായ് ഗൈസ്, ഇന്ന് നേരത്തെ റെഡി നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ എന്റെ കൊലീഗിന്റെ മാരേജ് കാണാൻ. ഇവള് കാരണം ഇന്ന് ബുക്ക് ചെയ്ത ബസ്സിന് ഞാൻ മിസ് ചെയ്ത്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? പിന്നെ ഞങ്ങൾ മാത്രല്ല, ഇവരും കൂടെയാണ് ഇന്ന് ബസ്സിനെ മിസ് ചെയ്തത്. അങ്ങനെ മിസ് ചെയ്ത ബസ്സിനെ പിടിക്കാനായിട്ട് വേറെ ബസ് കയറി പാലക്കാട്ടേക്ക് പോവാണ് ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അവസാനം നമ്മുടെ ബസ്സിലും കയറി ആരി ചേച്ചിനെയും കണ്ടു. അങ്ങനെ ബസ്സിൽ കയറി സമാധാനത്തിൽ എന്റെ സീറ്റിൽ ഇരുന്ന് ഞാൻ അങ്ങനെ യാത്ര തുടങ്ങി. പിന്നെ ഒരാൾ എന്റെ തോളുമേലെ ചാഞ്ഞു കിടക്കാനായിട്ട് ജനറൽ സീറ്റിനെ വിട്ട് എന്റെ അടുത്ത് വന്നു. അങ്ങനെ തൃശ്ശൂരിൽ എല്ലാവരും കണ്ടുമുട്ടി ഒരു ചായയും കുടിച്ചു നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. അങ്ങനെ കല്യാണ പന്തലും കണ്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചെക്കനും പെണ്ണും നടന്നു വരായിരുന്നു. അവള് പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. ഞങ്ങൾ 2 years ഒരുമിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ കാണുമ്പോൾ അതിനായിട്ടുള്ള എമോഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് കെട്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. ഇവളോ റോഡിൽ ഏത് പൂച്ച കണ്ടാലും ആ പൂച്ചനെ എടുത്ത് ശല്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് കയറി. ഞങ്ങളോട് ഗോൾഡ് വാങ്ങി ചോദിച്ചവള് ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോ ഞങ്ങളുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി സാറ്റിസ്ഫൈ ആയി. അന്നവനി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും സദ്യ കേൾക്കാനായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞപ്പോ ഓപ്പോസിറ്റിലുള്ള ആള് എന്നെ തെറി വിളിക്കായിരുന്നു. പിന്നെ അവിടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന വേഗമാന്ന് പറഞ്ഞപ്പോ ഡാൻസ് കാണാൻ പോയി. പിന്നെ അവിടെ നിന്ന് കല്യാണ പെണ്ണിച്ച് വന്ന് ഡാൻസ് ആടാൻ തുടങ്ങി. പിന്നെ അവൾ അവിടെ നിന്ന് ചെക്കനെ വിളിച്ചു കൊണ്ടുപോയി ഡാൻസ് ആടാന്ന് പറഞ്ഞിട്ട് ചെക്കനെ വിളിച്ചിട്ട് പോയി. ചെക്കൻ പിന്നെ ഞാൻ ആടില്ല എന്ന് പറഞ്ഞ് ഒറ്റ വാശിക്കുന്നു. പിന്നെ കുറച്ചു നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് പിന്നെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി കോയമ്പത്തൂർക്ക് യാത്ര പറഞ്ഞു. കോയമ്പത്തൂർ ബസ് കയറി. കണ്ട സ്ഥലം തരാണ്ട് രണ്ടാൾ ഇരിക്കുന്ന ഇരിപ്പിന് കണ്ട. ഇത്ര അഹങ്കാരം പാടില്ല. അങ്ങനെ അവസാനം വീട്ടിലേക്കും എത്തി. എന്നാ ബൈ.